ഇത് ക്രിക്കറ്റാണ്. 2020 നിങ്ങളുടെ ലെഗസിയും കടലാസിലെ കരുത്തുമൊന്നും അവിടെ വിഷയമല്ല. അന്നേ ദിവസം നിങ്ങൾ മൈതാനത്ത് നടത്തുന്ന പെർഫോമൻസുകൾ മാത്രമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുക. കൊളംബോ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയയെ തൂക്കിയടിച്ച് ക്രിക്കറ്റ് ലോകത്തിന് സിംബാബ്വെ നൽകുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. പാകിസ്ഥാനോട് നെതർലൻഡ്സും ഇംഗ്ലണ്ടിനോട് നേപ്പാളും വീണത് വിജയത്തിന് തൊട്ടരികയാണ്. ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ബൗളിങ്ങിലും നടത്തിയ ക്ലിനിക്കൽ പെർഫോമൻസിലൂടെ കുഞ്ഞന്മാരും വമ്പന്മാരും ഇല്ലെന്ന് സിംബാബ്വെ പക്ഷേ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുറച്ച് സിനിമാറ്റിക്കായി പറഞ്ഞാൽ നീയൊന്നും കാണാത്ത നീയൊന്നും അറിയാത്തൊരു സിംബാബ്വെയുണ്ട്. ഇന്ത്യയെ കൊച്ചിയിലും 1999 ലോകകപ്പിലും തോൽപ്പിച്ച ഇംഗ്ലണ്ടിനെ വൈറ്റ് വാഷ് ചെയ്ത 19 സിംബാബ്വെ. ക്രിക്കറ്റിലെ ഏത് വമ്പൻ ടീമിനെയും ഉറക്കം കെടുത്താൻ പോകുന്നൊരു സംഘം. പക്ഷേ റോബർട്ട് മുഗാബെയുടെ പരിഷ്കാരങ്ങളും ബോർഡിൻ്റെ രാഷ്ട്രീയവും മുടിപ്പിച്ച സിംബാബ്വൻ ക്രിക്കറ്റിനെ പിന്നീട് ഒരിക്കലും ആൻഡി ഫ്ലവറിൻ്റെയും ഹീത്ത് സ്ട്രീക്കിൻ്റെയും കാലത്തെ സിംബാബ്വെ ആകാനായില്ല. എങ്കിലും അവർ ഇടയ്ക്ക് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി ക്രിക്കറ്റ് ഭൂപടത്തിൽ ഇപ്പോഴുമുണ്ടെന്ന് പ്രഖ്യാപിക്കും. 2007 ആദ്യ 2020 ലോകകപ്പിൽ ഓസീസിനെ തോൽപ്പിച്ചത് അങ്ങനെ ഒന്നായിരുന്നു. 2022 2020 ലോകകപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് മറ്റൊന്ന്. ക്രിക്കറ്റ് ആരാധകരെ വീണ്ടും ഭൂതകാല കുളിരിലേക്ക് തള്ളിയിട്ടുകൊണ്ട് സിംബാബ്വെ മറ്റൊരു ഐതിഹാസിക വിജയം കൂടി പേരിലാക്കിയിരിക്കുന്നു. കൊളംബോയിലെ സിംബാബ്വൻ ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഓസീസിന് ചില സൂചനകളുണ്ടായിരുന്നു. ബ്രയാൻ ബെന്നറ്റും മരുമാനിയും ചേർന്ന് കം ആൻഡ് കമ്പോസ്റ്റ് തുടക്കമാണ് നൽകിയത്. ഓസ്ട്രേലിയക്ക് ആദ്യ വിക്കറ്റ് എടുക്കാൻ 7.3 ഓവർ വരെ കാത്തിരിക്കേണ്ടി വന്നു. 21 പന്തിൽ 35 റൺസുമായി മരുമാനി തിരിഞ്ഞു നടക്കുമ്പോൾ സിംബാബ്വൻ സ്കോർ 61-ലെത്തിയിരുന്നു. ഒരറ്റത്ത് ഏതാണ്ട് ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിരുന്ന ബ്രയാൻ ബെന്നറ്റിനൊപ്പം റയാൻ ബേളാണ് പിന്നീടെത്തിയത്. കാര്യമായി റൺ റേറ്റ് ഇടിയാതെ എന്നാൽ ഹൈ അഗ്രസീവിലേക്ക് ചൂടുമാറാതെ ഇരുവരും ഇന്നിംഗ്സ് ചലിപ്പിച്ചു. വിക്കറ്റുകൾ യഥേഷ്ടം കയ്യിലിരിക്കെ സിംബാബ്വെ ഒരു 180+ സ്കോർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഓസീസ് ബോളർമാർ അതിനെ സമ്മതിച്ചില്ല. അവസാന ഓവറുകളിൽ 13 പന്തിൽ 25 റൺസ് എടുത്ത സിക്കന്ദർ റാസയുടെ കാമിയോയാണ് സിംബാബ്വെ 169 റൺസിലെത്തിച്ചത്.